ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു വെറൈറ്റി ഡിഷാണ് കേട്ടോ. അമ്മേൻ്റെ വക വെറൈറ്റി സംഭവമാണ്. നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്മ എന്നാ ചെയ്യുന്നത് നോക്കാം, എങ്ങനെയാണ് അത് ഉണ്ടാക്കുക നോക്കാം, അതെന്നാ സാധനം എന്നെല്ലാം അറിയാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രത്യേക ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ എന്താന്ന് വെച്ചാല് ഇതാ നോക്ക, ഇവള് കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിന് ഇവളെ വീട്ടിൽ നിന്ന്. നല്ല മാങ്ങയാന്ന് കേട്ടാ, നല്ല എന്താ പറയണ്ട, നല്ല വലിയ മാങ്ങ പഴുത്ത് നല്ല എന്താ പറയണ്ട നല്ല മധുരാന്ന്. അപ്പൊ നമ്മുടെ ഈ പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള അടുത്ത പരിപാടിയാണ് കേട്ടാ. പിന്നെ നമ്മുടെ ഈ നാട്ടില് പിന്നെ എന്റെ ഈ വീട്ടിൽ നല്ല പുഴുങ്ങല് ഉണ്ട്. നമ്മളെ ഉരത്തൂരിന്നൊന്നും മാങ്ങ എങ്ങനെ പുഴുങ്ങലൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നേരം പുഴുങ്ങി തിന്നുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടാ. നമ്മൾ അട പൊയ്യുന്നതിനേക്കാളും ടേസ്റ്റാണ്. നമുക്ക് ഈ മാങ്ങ പുഴുങ്ങുന്നതിലേക്ക് കടക്കാം. സിമ്പിൾ ആണ് കേട്ടാ. അപ്പൊ നമ്മള് മാങ്ങ എടുത്തു കഴുകി. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനിങ്ങനെ ഓരോരോ കീറ് കൊടുക്കണം. എന്താന്ന് വെച്ചാൽ ഇതിന് നല്ലോണം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുക്കറിലേക്ക് ഇട്ടു. അതുപോലെ തന്നെ 1-2 കീറ് കൊടുത്തിട്ട് കുക്കറിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇടുക. മാങ്ങ നല്ല മാങ്ങയാണ് കേട്ടോ. ഇത് അല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പച്ച കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇവരവിടെ നിന്നൊന്നും പുഴുങ്ങയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇത് പുഴുങ്ങിയിട്ട് കഴിച്ചാല് വേറെ എന്താന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അറിയില്ല, ഇങ്ങനെ വയറുവേദനയൊന്നും ഉണ്ടാവില്ല. എത്ര മാങ്ങ തിന്നാലും പച്ചയെല്ലാം തിന്നാലെല്ലാം അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. ഇത് അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ മാങ്ങ പുഴുങ്ങിയിട്ട് കഴിക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ് കേട്ടോ. അതിനിങ്ങനെ കരന്ന് കൊടുക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാല് അതിന് ജസ്റ്റ് ഇങ്ങനെ ഒരു ഉപ്പെല്ലാം പിടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കീറി കൊടുക്കുക. കീറി കൊടുക്കുക. അതിന് ശേഷം ഒരു മാങ്ങ തന്നെ മറ്റേ കുറ്റാട്ടൂർ മാങ്ങേന്റെ എത്ര തന്നെ ഉണ്ടല്ലേ, വലിയ മാങ്ങയാണ് കേട്ടോ, വലിയ മാങ്ങയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ആയിട്ട് വിതറി കൊടുക്കുക. കാരണം വെച്ചാൽ ഇങ്ങനെ ആകുമ്പോ എല്ലാ ദിക്കിലും ഇത് എത്തും ഇതിന്റെ ഉപ്പും. പിന്നെ അതിന്റെ ആ വെള്ളം തന്നെ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം കുറച്ച് നമ്മള് നല്ല വെള്ളം എടുത്തിട്ട് കുറച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചേ വേണ്ട, ഒരുപാട് വേണ്ട. കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം നമ്മള് കുക്കറിന്റെ വിസിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കാം. അതിന് ശേഷം നമ്മള് ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസിന്റെ മേലെ ഇതങ്ങനെ വെച്ചിട്ട് വേവാൻ വേണ്ടി വെക്കുക. ഈ വിസില് നമുക്ക് ഇനി ഒരു 5-6 വിസില് വരുമ്പോഴേക്ക് മാങ്ങ നല്ല രീതിയിൽ വെന്ത് നല്ല ഇങ്ങനെ അതിന്റെ തോലെല്ലാം എന്നാ പറയണ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് തിന്നാൻ അതിന്റെ തോലെല്ലാം തിന്നാൻ നല്ല ടേസ്റ്റ്. തോലെല്ലാം തിന്നാൻ നല്ല രസമാണ്. തോലും ഇറച്ചിയെല്ലാം ആയിട്ട് ഇങ്ങനെ വരും. നമ്മള് മാങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5-6 വിസില് വരുമ്പോഴേക്ക് നല്ല മാങ്ങ പഴുത്ത മാങ്ങ പുഴുങ്ങിയത് നല്ല ടേസ്റ്റ് സെറ്റ് ആവും. നല്ല അടിപൊളിയായിരിക്കും അത് കേട്ടോ തിന്ന. അപ്പൊ നമ്മുടെ പിന്നെ മാങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല മാങ്ങേന്റെ ആ വെന്ത നല്ല വെന്ത മണം ഇങ്ങനെ അടിച്ചു. അപ്പൊ ഇത് പിന്നെ വിസിലടിച്ച് വെന്തനോടുകൂടി ഞാനിതിവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞാൽ നല്ല പോലെ ഈ മാങ്ങ നല്ല പോലെ തണുക്കണം. പിന്നെ നല്ല ടേസ്റ്റ് വരുമല്ലോ അതിന്റെ. അപ്പൊ എന്നിട്ട് കാണിച്ചു തരാം. അപ്പോ നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനതാ മൂട് തുറക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ എല്ലാം ഇതിന് കുറച്ച് നല്ല തണിയണം. തണിയതിന് ശേഷം നമ്മളിങ്ങനെ അടത്തി തിന്നാനുണ്ടാവും. അതൊരു രസവും അടിപൊളിയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മളെ മാങ്ങ ഇതാ വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലോണം നല്ല ചൂടുണ്ട്. തണിഞ്ഞിട്ട് കഴിക്കണം അല്ലെ, നല്ലോണം തണിഞ്ഞിട്ട് വേണം കഴിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നോക്കിയാ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇങ്ങനെ പറിക്കുമ്പോൾ തന്നെ തണിഞ്ഞായിട്ടുണ്ട്. അതാ ഒന്ന് മാത്രം എടുത്തിന്. അപ്പോ ഇത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാണ്ടല്ല, നിങ്ങൾ ഇത് ഒരിക്കൽ പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വിടൂല മക്കളെ. അതുകൊണ്ട് എല്ലാരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. മാങ്ങ പുഴുങ്ങിയത് ഇത് അമ്മേന്റെ അഭ്യർത്ഥനയാ. എന്റെ അഭ്യർത്ഥന മാത്രല്ല, തിന്നാൽ ഒരു അസുഖം ഉണ്ടാവുകയും ചെയ്യില്ല. വയറുവേദന കാര്യം ഒന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ നല്ലോണം വെന്തതല്ലേ, ആവിയിൽ വെന്തതല്ലേ. അപ്പൊ പിന്നെ എല്ലാവർക്കും വേണ്ടിട്ട് ഒരു കഷ്ണം ഇവിടെ മാറ്റി വെക്കാം. ബാക്കി ഒരു കഷ്ണം ഞാൻ തിന്നുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ തൊലി തന്നെ തിന്നാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാം. ഒരു പണിയില്ല,
മുറിച്ച് കീറലിടുക, എന്നിട്ട് കുക്കറിലിടുക, വെള്ളം ഒഴിക്കുക. വേസ്റ്റായി കളയാൻ പാടില്ല. ഇങ്ങനെയുള്ളതെല്ലാം ചെയ്ത് കൊടുക്കുക, വീട്ടിൽ എല്ലാവർക്കും തിന്നാൻ കൊടുക്കുക. ഹലോ, അപ്പൊ അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു വെറൈറ്റി വീഡിയോ തന്നെയാണ്, കാരണം ആർക്കും ഇതിനെക്കുറിച്ച് ഇല്ല അറിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നെല്ലാം പറയുക. മാങ്ങ സീസണെല്ലാം കഴിയാനായി, അപ്പൊ ഉള്ളവര് രണ്ടെണ്ണം വെച്ചിട്ടെങ്കിൽ ട്രൈ ചെയ്യുക. അതെ, പുഴുങ്ങിയിട്ട് തിന്നുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.